പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നലെ രാത്രി ഏറെ ഞെട്ടിച്ചൊരു ദൃശ്യമായിരുന്നു ഇറാന്റെ ദേശീയ ടെലിവിഷൻ ഓഫീസിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണം. ആ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തത്സമയം തന്നെ ലോകം കാണുകയും ചെയ്തു. It is not the building that was bombed, it is the freedom of speech and voice of truth that was bombed എന്നാണ് ആ സമയത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട മാധ്യമപ്രവർത്തക സഹർ ഇമാമി പിന്നീട് പറഞ്ഞത്. അല്പസമയത്തിന് ശേഷം ആ ദൃശ്യങ്ങളിൽ അവർ പരിഭ്രാന്തിയാകുന്നത് കാണുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അല്പസമയത്തിന് ശേഷം അവർ സ്ക്രീനിലേക്ക് മടങ്ങിയ ശേഷം അവർ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ ഓരോ ഇടങ്ങളെയും കയറി ആക്രമിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യക്കാരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പലായനത്തിൻ്റെ കാഴ്ചകളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ പൂർണ്ണമായും ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. ആശങ്കയുടെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. തലക്കെട്ടുകൾ നോക്കാം. പശ്ചിമേഷ്യ യുദ്ധപ്രതീതിയിൽ ഇറാൻ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ ഇസ്രയേലിന്റെ രൂക്ഷ ആക്രമണം. 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്നലത്തെ ആക്രമണത്തിൽ മാത്രം 100-ലേറെ പേർ മരിച്ചു. സ്റ്റേറ്റ് TV ഓഫീസിൽ മിസൈൽ. സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 പ്രമേയത്തിൽ ഒപ്പിടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ വിട്ട് ജനങ്ങളുടെ കൂട്ടപ്പലായനം. ഇന്ത്യക്കാരോട് ഒഴിയാൻ നിർദ്ദേശം. 200ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അർമേനിയ വഴി അതിർത്തി കടന്നു. പലായനം കൂടിയതോടെ പാകിസ്ഥാൻ അതിർത്തി അടച്ചു. ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കും. ദിവസത്തെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നിലമ്പൂരിൽ മറ്റന്നാൾ വോട്ടെടുപ്പ്. രാവിലെ മുതൽ റോഡ് ഷോകൾ നടത്താൻ സ്ഥാനാർത്ഥികൾ. അവസാന മണിക്കൂറുകളിൽ ചർച്ചയായി അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട്ടിലെ സ്വരാജിന്റെ സന്ദർശനം. കൊട്ടിക്കലാശത്തിനിറങ്ങാതെ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ PV അൻവറിന്റെ നീക്കം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് താൽക്കാലിക ശമനം. ഇന്ന് റെഡ് അലർട്ട് ഇല്ല. കണ്ണൂരിലും കാസർഗോട്ടും ഓറഞ്ച് അലർട്ട്. മഴ ഒഴിഞ്ഞെങ്കിലും നാടെങ്ങും മഴക്കെടുതി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ ഇന്നലെ രാത്രി കടുത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു കനത്ത വ്യോമാക്രമണം. ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നിസ്സാര പരിക്ക് മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാനിലെ സൈനിക താവളത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാനിലെ ആസാദി സ്ക്വയറിലും ആക്രമണമുണ്ടായി. ഇറാൻ യുദ്ധവിമാനങ്ങൾ തകർത്തെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം ഇസ്രായേലിന്റെ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാനും അവകാശപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഗുഡ് മോർണിംഗ്. ഇസ്രയേലിനും ഇറാനും ഒരുപോലെ അത്ര നല്ലൊരു പ്രഭാതമായിരിക്കില്ല ഇത്. ഇന്നലെ അത്രയും കടുത്ത ആക്രമണം, ഒരു യുദ്ധത്തിലേക്ക് തന്നെ നേർ പോര് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ പ്രതികരണം വരുന്നു. ഇറാൻ ഈ തിരിച്ചടി ചോദിച്ചു വാങ്ങുകയാണെന്ന് എന്ന് പറയുന്നു. ട്രംപ് ആണെങ്കിൽ ഈ സംഘർഷം ഒഴിവാക്കണമെന്ന പ്രമേയത്തിൽ G7 ഉച്ചകോടിക്കിടെ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. നെതന്യാഹു പറയുന്നത് കൃത്യമായി ട്രംപിന്റെ പിന്തുണയുണ്ടെന്നാണ്. ഖമനേയി ഇല്ലാതായാൽ മാത്രമേ സംഘർഷം അവസാനിക്കൂ എന്ന നിലപാടിൽ ഇസ്രയേലും ബെഞ്ചമിൻ നെതന്യാഹുവും തുടരുകയാണെങ്കിൽ ഈ യുദ്ധം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തും എന്ന സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്?
ഇതിപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴുണ്ടായിരുന്ന സംഘർഷം അത് ഒരു ഔദ്യോഗിക യുദ്ധമായി തന്നെ മാറാനുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ടെഹ്റാനിലെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകുന്നു. തൊട്ടു പിന്നാലെ ടെഹ്റാനിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വ്യോമാക്രമണം ഉണ്ടാകുന്നു. 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൂടി അവിടെ പരിക്കേറ്റിട്ടുണ്ട്. ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ പക്ഷേ നിസ്സാരമായ പരിക്ക് മാത്രമാണ് അവിടെ ഉള്ളത്. ടെഹ്റാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. അവിടെ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. അവർക്കാണ് നിസ്സാരമായ പരിക്കേറ്റത്. പക്ഷേ ആരുടെയും പരിക്ക് അങ്ങനെ ഗൗരവമുള്ള പരിക്കല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ തെക്കൻ നഗരത്തിലേക്ക് പടിഞ്ഞാറൻ നഗരത്തിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ എന്തായാലും നൽകിയിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ സമാധാന പ്രമേയത്തിൽ നിന്ന് അമേരിക്ക പിന്മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് G7 ഉച്ചകോടിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ G7 ഉച്ചകോടി അവസാനിപ്പിച്ച് അതായത് അവസാനിപ്പിച്ച് നേരത്തെ മടങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ ഒരു നിലപാട് ഇത് ഇറാൻ ചോദിച്ചു വാങ്ങിയ ഒരു തിരിച്ചടിയാണ്. സമാധാനത്തിലേക്ക് പോകാനുള്ള നിർദ്ദേശം പാലിച്ചില്ല എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഒരു ഇസ്രായേലിന് പിന്തുണ നൽകുന്നതായി പരസ്യമായി പിന്തുണ നൽകുന്നതായി അമേരിക്ക പറയുന്നില്ല എങ്കിലും ഇസ്രായേൽ ഇപ്പോഴും അവകാശപ്പെടുന്നത് അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ്. പരസ്യമായ പിന്തുണ ഇസ്രായേലിൻ്റെ പേരിൽ അമേരിക്ക നൽകുന്നില്ല എങ്കിൽ പോലും അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മറ്റു രാജ്യങ്ങളുടെ നീക്കത്തോടും ആ തരത്തിലേക്കല്ല അമേരിക്കയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ടെഹ്റാനിലും ഇറാനിലെ വിവിധ ഭാഗങ്ങളിലും വലിയ വ്യോമാക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ മാത്രം 80-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ. ആകെ 224 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടെങ്കിൽ അത് 400-500-നടുത്തെങ്കിലും മരണമുണ്ടായി എന്നുള്ളതാണ് ഇറാനിലെയും മറ്റ് മാധ്യമങ്ങൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രത്തോളം മരണവും നാശനഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ടെഹ്റാനിലെ ടെലിവിഷൻ കേന്ദ്രത്തിന് നേരെയും ഇന്നലെ വ്യോമാക്രമണം ഉണ്ടായി. ടെലിവിഷൻ പ്രവർത്തനം ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ അവർ അസാധാരണമായ ഒരു ധൈര്യത്തോടു കൂടി തന്നെ അവർ വീണ്ടും അതിൻ്റെ സംരക്ഷണം പുനരാരംഭിച്ചു. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്ന് ഇറാനും ടെഹ്റാനും എല്ലാം പ്രതികരിച്ചപ്പോൾ അങ്ങനെയല്ല, ഇത് ഈ ടെലിവിഷൻ ചാനലിനെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനമായും ഉണ്ടാകുന്നത്. എന്തായാലും ടെഹ്റാനിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ ആസ്വാദി സ്ക്വയറിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാൻ യുദ്ധവിമാനങ്ങൾ തകർത്തെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ തകർത്തു എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചില ദൃശ്യങ്ങളുമൊക്കെ അവർ പുറത്തുവിടുന്നുണ്ട്. എത്രത്തോളം ആധികാരികമാണ് അല്ലെങ്കിൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പോലും ആക്രമണം ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി, എത്രത്തോളം വലിയ നാശനഷ്ടം മിസൈൽ കേന്ദ്രത്തിനുണ്ടായി എന്നത് വ്യക്തമല്ല. പക്ഷേ ആ കേന്ദ്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ എന്തായാലും ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്നുണ്ട്. ഇതേസമയം ഇസ്രായേലിൻ്റെ ഒരു യുദ്ധവിമാനം വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. F-35 യുദ്ധവിമാനമാണ് വെടിവെച്ചിട്ടതായി അവകാശപ്പെടുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി കനത്ത ആക്രമണം ഉണ്ടായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനു നേരെയാണ് കനത്ത ആക്രമണം ഉണ്ടായത്. ഏറ്റവും അപകടകരമായ ഒരു നീക്കത്തിലേക്ക്, ഇതൊരു യുദ്ധത്തിലേക്ക്, വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ളൊരു സാഹചര്യം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകളാണ്. ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനിയെ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഈ സംഘർഷം അവസാനിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നേരത്തെ തന്നെ അയത്തുള്ള ഖമേനിയെ ഇല്ലാതെയാക്കാൻ ഇസ്രായേൽ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത് തടഞ്ഞതും എന്ന മട്ടിലുള്ള ചില വാർത്തകൾ അമേരിക്കൻ വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം അപ്പോഴും ഇങ്ങനെയൊരു വാർത്തയ്ക്കില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും അത്തരമൊരു നീക്കത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അയത്തുള്ള ഖമേനിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അയത്തുള്ള ഖമേനിയുടെ ജീവന് അപകടത്തിലുണ്ടായാൽ അത് വലിയൊരു യുദ്ധത്തിലേക്കും സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ ആ വിഷയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാനോ ഇടപെടാനോ ഒക്കെയുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ഇസ്രായേലും ഇറാനും കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിരൺ, ഇതിനിടയിൽ ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും ഇറാനിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ കുറേയൊക്കെ ഒഴിപ്പിച്ചു എന്നാണ് അറിയുന്നത്. ഇസ്രയേലിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. പൂർണ്ണമായും ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അവിടുത്തെ ഇന്ത്യൻ എംബസിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കശ്മീരിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളാണോ?
അതെ, ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളോടും ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും അവിടേക്കും ആക്രമണം ഉണ്ടാകും. അതാണ് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ചിലപ്പോൾ അത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ വരാനുള്ള ഏത് സമയത്തും മാറാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ സുരക്ഷ മുൻകരുതലെടുത്ത ആ വിദ്യാർത്ഥികളെ അടക്കം അവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. മറ്റ് വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾ വഴി ജോർദാൻ വഴിയൊക്കെ അതിർത്തി വഴി കരമാർഗം അടുത്ത സുരക്ഷിതമായ രാജ്യങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നീക്കമാണ് പ്രധാനമായും നടക്കുന്നത്. രണ്ട് ഭാഗത്തും ടെഹ്റാനിലും ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. ഇസ്രായേൽ കൂടുതലായി ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സുരക്ഷ തുറന്നൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെയൊക്കെ സുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അവരെ സുരക്ഷിതമായി മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇറാനിൽ നിന്ന് ഇപ്പോൾ കൂട്ടപലായനമാണ് നടക്കുന്നത്. ടെഹ്റാനിൽ നിന്ന് പൂർണ്ണമായും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കൂടി പറയുന്ന സ്ഥിതിക്ക് ആക്രമണം കൂടുതൽ രൂക്ഷമാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ വൈകിട്ട് വന്ന ദൃശ്യങ്ങൾ ഏറെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇറാനിലെ ദേശീയ ടെലിവിഷൻ അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ആ സ്റ്റേറ്റ് ഓൺ ടെലിവിഷൻ അവിടെ ആക്രമണം നടക്കുന്നതിനിടെ ആ ടെലിവിഷൻ ചാനൽ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിന് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനുശേഷം അല്പസമയത്തിന് ശേഷം തന്നെ ഇവർ ഈ ടെലികാസ്റ്റ് പുനരാരംഭിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞ വാചകങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് ആ ബിൽഡിങ്ങിന് നേർക്കോ ചാനലിന് നേർക്കോ ഉള്ള ആക്രമണമല്ല, മറിച്ച് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ആക്രമണമാണ് എന്നതായിരുന്നു തിരിച്ചു വന്നപ്പോൾ അവരുടെ സഹർ ഇമാമിയുടെ പ്രതികരണം. ഇറാന്റെ ദേശീയ TV നെറ്റ്വർക്കായ ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ന്യൂസ് നെറ്റ്വർക്ക്, അതിന്റെ പേര് അങ്ങനെയാണ്, IRIN എന്നാണ് ആ ചാനൽ അറിയപ്പെടുന്നത്. അവർ അല്പസമയത്തേക്ക് ഓഫ് എയർ ആയി, പക്ഷേ അല്പസമയത്തിനകം സ്റ്റുഡിയോയിൽ തിരിച്ചെത്തി ബ്രോഡ്കാസ്റ്റിംഗ് തുടർന്നു. ഇറാൻ TV അല്പസമയത്തിനകം നിശബ്ദമാകുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഒരു വെല്ലുവിളി നടന്ന് അതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഈ ഇറാന്റെ ദേശീയ ചാനലിന് നേർക്ക് ആക്രമണം ഉണ്ടായത്. ഒരുപക്ഷെ നമ്മൾ ആദ്യമായാണ് അങ്ങനെ ഒരു ദൃശ്യം, ഒരു യുദ്ധത്തിനിടയിൽ ഇങ്ങനെ അവിടുത്തെ മാധ്യമ സ്ഥാപനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്ന ദൃശ്യം തത്സമയം കാണുന്നത് എന്ന പ്രത്യേകതയുണ്ടായിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയും വാർത്തയും ഇത് തന്നെയാണ്. തിരിച്ച് ഇനി സയനിസ്റ്റ് ചാനലുകൾ അല്പസമയത്തിനകം നിശബ്ദമാകുമെന്നൊരു വെല്ലുവിളി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇസ്രയേലിലേക്ക് ടെലവീവിലേക്ക് ആക്രമണം നടത്തും. ആ ആക്രമണം കൃത്യമായി ഇസ്രായേലിൻ്റെ മാധ്യമ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ ഉണ്ടായ ഈ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ഇറാനിൽ നിന്നും വലിയ ആക്രമണം തന്നെയാണ് ഉണ്ടാകുന്നത്. ആർ കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഒരുപക്ഷെ നമുക്കറിയാം ഇറാന്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ഒരു വലിപ്പമൊക്കെ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ സൈനിക ശേഷി പരിഗണിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് ദിവസം ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതിരോധം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണോ ഇസ്രായേൽ ആക്രമിക്കുന്നത് അതിന് തുല്യമായ രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യാക്രമണം. ഇറാന് പഴയ രീതിയിലുള്ള പിന്തുണയില്ല. അവരെ മുമ്പ് സഹായിച്ചു കൊണ്ടിരുന്ന എല്ലാവരും ദുർബലരായിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെയൊരു പ്രത്യാക്രമണം, പ്രതിരോധമൊന്നും ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ശക്തമായ മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. ഇറാനും ഇസ്രായേലിനും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇറാന് കഴിയുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം ഇപ്പോൾ എങ്ങനെയൊക്കെയാണ്? ശ്രീജ, ഈ ഇറാൻ ഇസ്രായേൽ രണ്ട് രാജ്യങ്ങളുടെ
ആയുധ ബലവും അവരുടെ ബാക്കി ബലങ്ങളൊക്കെ പരിശോധിച്ചാൽ സ്വാഭാവികമായും ഇസ്രയേലുമായി അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയുള്ള ആയുധം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ബന്ധു ബലം എന്നൊക്കെ പറയുന്നത് പോലെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പിന്തുണ കൊണ്ടൊന്നും അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇറാൻ. ചൈനയുടെ പിന്തുണയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ചൈന അമേരിക്ക ഒരു വിഷയം വന്നാൽ മറ്റ് രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് പോലെ ചൈന അത്തരം ഘട്ടങ്ങളിൽ നിന്നും അങ്ങനെ തുറന്ന ഒരു ഇടപെടലിന് പലപ്പോഴും തയ്യാറാവുന്ന ഒരു രാജ്യം കൂടിയല്ല. പക്ഷേ അതെല്ലാം ആ കണക്കൂട്ടലുകളെല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഇസ്രയേലിന് മേലുണ്ടായത്. ഇസ്രയേൽ ടെൽ അവീവിലടക്കം വൈഫയിലും ടെൽ അവീവിലടക്കം അതിശക്തമായ വ്യോമാക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് ആ രണ്ടുപേരുടെയും ശക്തി പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അത് ഇറാൻ നൽകിയ കനത്ത തിരിച്ചടിയാണ് എന്നതുകൂടി പറയണം. ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഇസ്രയേൽ ഇപ്പോൾ 24 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഏകദേശം 100-നടുത്തോളം മരണം വരും എന്നുള്ളതാണ് അനൗദ്യോഗികമായ കണക്കുകൾ. അത്രയേറെ പേരുടെ ജീവൻ നഷ്ടപ്പെടാനും അത്രയേറെ വലിയ കെട്ടിടങ്ങൾ ഇസ്രയേലിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ തന്നെ നൽകിയ വീഡിയോ നമ്മളടക്കം നൽകിയിരുന്നു. ആ വീഡിയോയിലടക്കം കാണാം ആകാശത്തുകൂടി നിരവധി മിസൈലുകൾ ഒരേ സമയം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിന്റെ അയൺ ഡോം ആണ് ഈ മിസൈൽ പ്രതിരോധ കവചം എന്ന് പറയുന്നത്. ഈ അയൺ ഡോം ആകാശത്ത് മിസൈൽ എത്തിക്കഴിഞ്ഞാൽ അത് ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ദൂരം തന്നെ ഏകദേശം 1500-ഓളം കിലോമീറ്റർ ഉള്ള ദൂരമാണ്. ആ ദൂരം വരുന്ന സ്ഥലത്ത് നിന്ന് ആകാശത്ത് വെച്ച് മിസൈൽ എത്തിക്കഴിഞ്ഞാൽ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ അവിടെ വെച്ച് തന്നെ തകർക്കാനുള്ള സംവിധാനമൊക്കെ ഉള്ള ലോകത്തെ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് ഈ ഇസ്രയേലിൻ്റെ അയൺ ഡോം. പക്ഷേ ഈ അയൺ ഡോമിനെ കബളിപ്പിക്കാൻ വേണ്ടി 100 കണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു ഇറാൻ സ്വീകരിച്ച തന്ത്രം. അങ്ങനെ 100 കണക്കിന് മിസൈലുകൾ വരുമ്പോൾ അയൺ ഡോം തകർക്കുന്ന മിസൈലുകളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ടാവും. അതിൽ ചിലപ്പോൾ 10-15 മിസൈലുകളൊക്കെ താഴെ പതിക്കും എന്നുള്ളത് ഇറാന് കൃത്യമായിട്ട് അറിയാം. ആ തരത്തിലേക്കായിരുന്നു ഇറാൻ തുടക്കത്തിൽ ആക്രമണം നടത്തിയത്. പക്ഷേ അങ്ങനെ തുടർച്ചയായി മിസൈലുകൾ വിട്ടുകൊണ്ട് ഒരു ആക്രമണം നടത്തുക, എല്ലാ ആയുധങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് എത്ര കാലം തുടരാൻ കഴിയും എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ടുമുണ്ട്. ഇസ്രയേലിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശേഷിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇത്തരം ഇന്റലിജൻസ് നെറ്റ്വർക്കുള്ള രാജ്യങ്ങൾ, പരമ്പരാഗതമായി തന്നെ അങ്ങനെ നെറ്റ്വർക്കുള്ള ഒരു രാജ്യമാണ്. അത്തരം സംവിധാനങ്ങളും അമേരിക്കയെ പോലെ വലിയൊരു രാജ്യത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉള്ള രാജ്യം കൂടിയാണ് ഇസ്രയേൽ എന്നതുകൂടി ഓർക്കണം. ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ ആ തരത്തിലേക്കുള്ള ഒരു വലിയ പിന്തുണയെ ഇറാനില്ല. ഇറാനെ അങ്ങനെ സഹായിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും അങ്ങനെ തുറന്ന ഒരു സഹായവുമായി രംഗത്ത് വരാനുള്ള രാജ്യങ്ങളുടെ എണ്ണം കുറവാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഇറാന് ചരിത്രപരമായ ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും അധിനിവേശ ശക്തികൾക്ക് വഴങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കീഴിലായിരുന്നു ഭരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇറാനിലേക്ക് മറ്റാരുടെയെങ്കിലും ഭരണം മറ്റാരെയും നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഇറാന്റെ ഭരണാധികാരികൾ, ഇറാനിന്റെ ഭരണാധികാരികൾ തന്നെയാണ് എല്ലാ കാലവും ഇറാൻ ഭരിച്ചിരുന്നത്. അത്തരമൊരു വലിയൊരു ചരിത്രത്തിന്റെ പിൻബലം കൂടിയുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവർ ഏതു തരത്തിലും പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാന്റെ ഇപ്പോഴത്തെ ഒരു ശേഷി വെച്ച് മാത്രമായിരിക്കില്ല തിരിച്ചടി ഉണ്ടാകുന്നത്. അത് പലതരത്തിലുള്ള തിരിച്ചടി, അവസാന ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇറാനെ പോലെ രാജ്യം ഏതു തരത്തിലുള്ള തിരിച്ചടിയിലേക്കും നീങ്ങാനുള്ള സാധ്യതയും ഒക്കെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി യുദ്ധം മാറുന്നത് എന്നറിയാൻ കഴിയില്ല. പക്ഷേ അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിലൊക്കെ ഏറ്റവും നിർണായകമാണ്. അമേരിക്ക ഇപ്പോഴും സ്വന്തമായി ഞങ്ങളിതിൽ കക്ഷി ചേർന്നിട്ടില്ല എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലോ രണ്ടുപേരും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത്തരമൊരു നീക്കത്തിന് അമേരിക്ക തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ പൗരന്മാർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാനു നേരെ തിരിച്ചടി ഉണ്ടാവും എന്ന മുന്നറിയിപ്പ് നൽകാനും ഇസ്രായേലിനൊപ്പമാണ് തങ്ങൾ എന്ന് ആവർത്തിച്ച് പറയാനും ഒക്കെ തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ യുദ്ധം മാറുന്നത്, നാളെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യത ഇപ്പോഴും ലോകത്തെ പ്രധാനപ്പെട്ട ഈ രംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതുവരെയും ഫലപ്രദമായിട്ടില്ല. ഒമാനും ഒക്കെ നേരത്തെ മധ്യസ്ഥ ശ്രമവുമായി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ നിരന്തരം ടെഹ്റാനിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ഇറാനിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് മധ്യസ്ഥ ശ്രമം നടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമായും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അയത്തുള്ള ഖൊമേനിയെ പോലെയുള്ള ഇറാന്റെ ഏറ്റവും വലിയ ആത്മീയ നേതാവിനെ ഇല്ലാതായെങ്കിൽ മാത്രമേ, അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് പച്ചമലയാളം, അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഈ സംഘർഷം അവസാനിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും ഇറാന്റെ പ്രതികരണം അത് മറ്റൊരു തരത്തിലാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ടെഹ്റാനിൽ നിന്ന് ഉടൻ ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ക്യാൻസറിനെ ഇല്ലാതാക്കാനുള്ള സൈനിക നടപടിയാണ് ഇറാനിൽ നടക്കുന്നതെന്നും ഇറാൻ സൈന്യത്തിലെ ഉന്നതരെ ഇല്ലാതാക്കി കഴിഞ്ഞെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. We're not just fighting our enemy, we're fighting your enemy. For God's sake, they chant death to Israel, death to America. We're simply on their way
and this could reach America soon. I mean, to have these mad mullahs who are committed to destroying us in order to destroy you, to say that they should have nuclear weapons and ballistic missiles to deliver them to you, and to say that that's not your interest, well, we're fighting this war. ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾ കാരണം മറ്റൊരു വഴിയും ഇല്ലാതെയാണ് ആക്രമണത്തിന് മുതിർന്നതെന്നും അവർ പിന്മാറാതെ ആക്രമണം നിർത്തില്ലെന്നും ഇസ്രയേലി പ്രസിഡന്റ് ഐസക് ഹെർസോഗും പറഞ്ഞു. You take such decisions of historic magnitude and proportions, you have to analyze all facets and all facts. The truth of the matter is there was no other choice. It was just, as we say in football, the 90th minute, because the Iranian nuclear program was rushing underneath, by the way, under disguise, was rushing to the bomb, meaning the bomb is created of two things, enriched uranium and the armament part of it, which makes the bomb. They were proceeding dramatically on both venues. I would say that I do not want to comment about Iran's supreme leader. That is being discussed in the closed rooms of the war cabinet and, of course, in dialogue with the United States of America. I know only about the leadership of the National Revolutionary Guards, their intelligence and their air force, and all those who instigate terror. God forbid, we are adamantly not aiming at civilians, as opposed to the Iranians who are aiming at civilians all the time. And again, I want to make it clear, we did not seek this war, we did not want this war. ഞങ്ങൾ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ യുദ്ധം വേണ്ടെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ആണവ പദ്ധതികളിലേക്കുള്ള ഇറാന്റെ ആ പോക്ക് തടയുകയല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ മാർഗം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ കിരൺ, ലക്ഷ്യമിടുന്നത് ആയത്തുള്ള അലി ഖംനേയിയെ തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ പരസ്യമായി തന്നെ അത് പറയാൻ ബെഞ്ചമിൻ നെതന്യാഹുവും ധൈര്യപ്പെടുന്നുണ്ട്. കുറെ കാലമായി അവരുടെ ലക്ഷ്യം ഖമനേയി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ലെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയല്ലേ? ശ്രീജ, പ്രധാനമായും ഈ ആണവായുധത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും ഇറാനിൽ ഒരു ഭരണമാറ്റം, ഇറാനിലെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ പുരോഹിതന്മാർക്ക് വലിയ മേൽക്കൈയുള്ള ഒരു ഭരണ സംവിധാനം, ഈ ഭരണ സംവിധാനം മാറ്റുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്നുള്ള തരത്തിലൊക്കെ വിലയിരുത്തലുകൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഇറാനിനെ മേൽ അത്തരത്തിൽ ഒരു ആക്രമണം നടത്തുമ്പോഴെല്ലാം ആദ്യം മുതലേ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ തന്നെ വെക്കുന്നത് ഇതുതന്നെയാണ്. അയത്തുള്ള ഖമേനിയെ പോലെ ഒരാൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഇത് ഈ യുദ്ധം അവസാനിക്കും, സംഘർഷം അവസാനിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ നൽകുന്നു. സ്വാഭാവികമായും ഇറാനിലുണ്ടായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര വിഷയങ്ങളൊക്കെ കൂടുതൽ മൂർച്ഛിപ്പിക്കാനും ഇറാൻ ഇനി യുദ്ധം അവസാനിപ്പിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് അയത്തുള്ള ഖമേനി ഇല്ലാതെയാവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടക്കം പ്രതികരണങ്ങൾ വരുന്നത്. എന്തായാലും ആ തരത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ ആത്മീയ ആചാര്യൻ കൂടിയാണ് അദ്ദേഹം, രാഷ്ട്രത്തിൻ്റെ തലവൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ്. അത്തരമൊരു നീക്കം വന്നു കഴിഞ്ഞാൽ, കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതത്തിലേക്കും ഇറാൻ പിന്നീട് ഏത് തരത്തിലായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളത് അറിയില്ല. ഏത് രാജ്യമായാൽ പോലും അവർ അവസാന തിരിച്ചടിക്ക് വേണ്ടി നിന്നാൽ, അവർ അത്ര ദുർബല രാജ്യമായിക്കോട്ടെ, അവസാന തിരിച്ചടിക്ക് വേണ്ടി ഒരു രാജ്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ ആവശ്യമായ പട്ടാളക്കാരോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ട് എങ്കിൽ ആ തിരിച്ചടി ചിലപ്പോൾ ലോകം ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ തിരിച്ചടിയിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് എത്രയോ ലോക സാഹചര്യങ്ങൾ നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോക രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്കയോടുകൂടി നിൽക്കുന്നത്. G7 രാജ്യങ്ങളിലടക്കം മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളടക്കം ഇത്തരമൊരു സംഘർഷം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, അത് പലതരത്തിൽ ലോകരാജ്യങ്ങളെ, ലോക സമ്പദ് വ്യവസ്ഥയൊക്കെ അടക്കം ബാധിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക്, അത്തരം ഒരു നീക്കത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അയത്തുള്ള ഖമേനിയെ പോലെ ഒരു ആത്മീയ ആചാര്യൻ മരിച്ചാൽ മറ്റു പല രാജ്യങ്ങളും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ആ തരത്തിലേക്കൊക്കെ ഒരു സംഘർഷം ലോകം നീങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആകെ സാമ്പത്തിക അവസ്ഥയിലും സമാധാന ജീവിതത്തിലും ഒക്കെ ആവും തടസ്സമുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, എവിടെയും അതിന് ഒരു അനുകൂലമായ നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമ്മൾ അല്പസമയം മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും പ്രതികരണങ്ങൾ കേട്ടു. അപ്പോൾ അവർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇത് തുടരും എന്നുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇന്നലെയും കടുത്ത വ്യോമാക്രമണമാണ് ടെഹ്റാന് മേലുണ്ടായത്.
തിരിച്ച് ടെല്ലവീവിന് നേരെയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും ഈ തരത്തിലേക്കുള്ള ആക്രമണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഏത് തരത്തിലേക്കാണ് ഇനി നീങ്ങാൻ പോകുന്നത് എന്നുള്ളത് വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ തന്നെ അറിയാൻ കഴിയും. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന ഇസ്രയേൽ വാദം തെറ്റാണെന്ന് UN-ലെ ഇറാൻ സ്ഥാനപതി ആമിർ സയ്യിദ് ഇറാവനി പറഞ്ഞു. ഇറാൻ ജനതയെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്നും നിരവധി പേർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. Israel has committed a blatant act of aggression against the sovereign and territorial integrity of Iran. Its relentless campaign of atrocities against our people continues unabated. This is a serious violation of the United Nations Charter and fundamental principles of international law. These attacks crossed all red lines. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കാണ് പ്രാമുഖ്യമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു. Well, it is really important that we focus on de-escalation because the risks of the conflict escalating are obvious across the region and beyond the region. The impact that this could and probably will have on Gaza, which is a tinderbox, and of course the impact on the economy. That is why at the G7 there's such a focus on de-escalation. That'll be an intense discussion for our talks today, but we have to find a way to de-escalate this situation, notwithstanding the concerns that we all have about the nuclear program. There's no doubt about that. Notwithstanding, we all accept Israel's right to self-defense, of course, but there must be de-escalation, and that will be the central focus of much of the discussion. ആർ കിരൺ ബാബു തുടരുന്നു. കിരൺ, ലോകത്തെ ഏറ്റവും ശക്തരായ നേതാക്കളെല്ലാം കാനഡയിൽ ഒരു വേദിയിൽ ഒരുമിച്ചുണ്ട്. അവിടെ ഈ വിഷയം സ്വാഭാവികമായും ചർച്ചയാവുമെന്ന് ഉറപ്പാണിപ്പോൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒരു സമാധാനത്തിന്റെ ഒരു ഉടമ്പടി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒപ്പിടാൻ തയ്യാറല്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പറയുന്നുണ്ട് അമേരിക്കയുടെ കൂടി പിന്തുണയോടെ തന്നെയാണ് ഈ ആക്രമണമെന്ന്. ഞങ്ങൾക്കിതിൽ പങ്കില്ലെന്ന് പറഞ്ഞ് അമേരിക്ക മാറി നിൽക്കുമ്പോഴും പിന്തുണയുണ്ടെന്ന് വീണ്ടും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം G7 ഉച്ചകോടിയിൽ ചർച്ചയാകുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സമവായത്തിലേക്കുള്ളൊരു സമ്മർദ്ദം അതുണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ശ്രീജയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയും ഇസ്രയേലും തീരുമാനിക്കാതെ ഇത്തരമൊരു യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് തന്നെ പറയാം. കാരണം അമേരിക്ക ഇതിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടിലേക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇനി എല്ലാ തരത്തിൽ സമ്മർദ്ദത്തിലേക്ക് നീങ്ങിയാലും അത് അവസാനിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനം നെതന്യാഹുവിൻ്റെ വാക്കുകളാണ്. നെതന്യാഹു പറയുന്നത് അയത്തുള്ള ഖമേനിയെ അവസാനിപ്പിച്ചാൽ, അദ്ദേഹത്തെ കൊല്ലപ്പെട്ടാൽ സംഘർഷം കൂടുകയല്ല, സംഘർഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നത് ഇസ്രയേൽ അങ്ങനെ അയത്തുള്ള ഖമേനിയെ വധിക്കാനുള്ള എല്ലാ തീരുമാനവും എടുത്തു. അവർക്ക് ആ ലക്ഷ്യത്തിലുള്ള എവിടെയാണ് എന്നെല്ലാം കണ്ടെത്തി അത് കൃത്യമായിട്ടുള്ള പദ്ധതികളാണ്. അതിന് അന്തിമ അനുമതിക്ക് വേണ്ടി അമേരിക്കയുമായി സംസാരിക്കുമ്പോൾ ട്രംപ് ഇതിനെ അനുവദിച്ചില്ല എന്നുള്ള മട്ടിലായിരുന്നു വാർത്തകൾ. അത് ആരും സ്ഥിരീകരിക്കുന്ന വാർത്തകളല്ല, പക്ഷേ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് വാർത്താ ഏജൻസികളൊക്കെ വന്നതാണ്. രണ്ട് തരത്തിൽ ഈ വാർത്ത വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ഇത് ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം, അത്തരത്തിലേക്കുള്ളൊരു നീക്കം നടത്തി കാണാം, അമേരിക്ക സ്വാഭാവികമായും ചിലപ്പോൾ തടഞ്ഞു കാണാം. രണ്ടാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമായി രണ്ടു കൂട്ടരും ഇത്രയോളം ശേഷി ഞങ്ങൾക്കുണ്ട്, ഖൊമേനി അടക്കം വധിക്കാനുള്ള ശേഷി ഉണ്ടായിട്ട് ഞങ്ങൾ അത് ക്ഷമിച്ചതാണ് എന്നുള്ള മട്ടിലേക്ക് വന്നാൽ ഇസ്രയേലിൻ്റെ ഒരു ആ തരത്തിലേക്കുള്ള അവരുടെ ഒരു ശേഷി ഉയരുന്നു. ട്രംപിനെ സംബന്ധിച്ചും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിൽ നിന്ന് ഞാൻ തടഞ്ഞു എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിച്ഛായയിലേക്ക് ട്രംപ് മാറുന്നു. അത്തരം ഒരു നീക്കം നടക്കുമ്പോൾ അത് സ്ഥിരീകരിക്കാൻ രണ്ട് രാജ്യങ്ങളും അമേരിക്കയും തയ്യാറായിട്ടില്ല, ഇസ്രയേലും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ തരത്തിലേക്കല്ല ഇവർ നീങ്ങുന്നത്. അയത്തുള്ള ഖൊമേനിയെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ, ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇറാൻ ഭരണകൂടത്തിന് പകരം മറ്റൊരു ഭരണകൂടം കൊണ്ടുവരും. സ്വാഭാവികമായും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സർക്കാരിനെ ഇറാനിൽ അവരോധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ലോകത്ത് പല രാജ്യങ്ങളിലും അമേരിക്ക നടപ്പാക്കിയ അതേ മാർഗം തന്നെയാവും ഇറാനിലും നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തെ എന്തായാലും അമേരിക്ക പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ല. അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ട്രംപ് അടക്കം ഇത് ഇറാൻ ക്ഷണിച്ചു വരുത്തിയ ഒരു തിരിച്ചടിയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള പ്രതികരണമാണ് നടക്കുന്നത്. G7 ഉച്ചകോടിയിൽ നടക്കുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇത്തരം യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സമാധാനത്തിലേക്ക് പോകണം എന്ന് നീങ്ങുമ്പോൾ അതിന് അനുകൂലമായ ഒരു പ്രതികരണമല്ല ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും നേരത്തെ
നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു, അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ തീരുമാനമെടുത്തിരുന്നു എന്ത് വേണം, എവിടെ അവസാനിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഏറെക്കുറെ ആ തരത്തിലേക്ക് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ രണ്ട് രാജ്യത്തിലെ അധികാരികളുടെയും പ്രതികരണം. നെതന്യാഹു ആണെങ്കിൽ കുറെ കൂടി തുറന്നു തന്നെ പറയുന്നുണ്ട്, അമേരിക്കയുടെ പിന്തുണ ഞങ്ങളുടെ ഈ ആക്രമണത്തിനുണ്ട് എന്ന് തുറന്നു തന്നെ പറയുന്നുണ്ട്. അത് എവിടെയെങ്കിലും ട്രംപ് നിഷേധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ട്രംപും, അല്ലെങ്കിൽ നെതന്യാഹുവും ട്രംപും ചേർന്നെടുത്ത, അമേരിക്കയും ഇസ്രായേലും ചേർന്നെടുത്ത തീരുമാനത്തിൽ അത് മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും ലോകത്തെ ആയുധശക്തിയായാലും അവരുടെ സ്വാധീന ശക്തിയായാലും ഒക്കെ അവർ ഞങ്ങൾ ആ തീരുമാനം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിപ്പിക്കാൻ തക്ക തരത്തിലേക്ക് മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനൊന്നും നിലവിലെ ലോക സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്രത്തോളം ബലം ഉണ്ട് എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ തന്നെ തീരുമാനിച്ച് യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ ഈ സമ്മർദ്ദം കൊണ്ട് വലിയ പരിധിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത എന്തായാലും തൽക്കാലം കുറവാണ്. ശരി, ആർ കിരൺ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. യൂറോപ്യൻ വിദേശകാര്യമന്ത്രിമാരെല്ലാം ഇറാനിലെ തങ്ങളുടെ കൗണ്ടർ പാർട്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയോട് എത്രയും പെട്ടെന്ന് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലേക്ക് മടങ്ങിയെത്തണം, ആ ടേബിളിലേക്ക് മടങ്ങിയെത്തണം എന്നൊരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഈ ആക്രമണങ്ങൾ നിർത്തണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇതിന് മറുപടിയായി പറയുന്നത് ടെഹ്റാൻ്റെ പ്രയോറിറ്റി ഇപ്പോൾ ഇസ്രയേലിനെ പ്രതിരോധിക്കൽ മാത്രമാണ്, അല്ലാതെ ആക്രമണമല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വിവരം പെൻറ്റഗൺ ചീഫ്, അതായത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടേതായിട്ട് വരുന്ന വാക്കുകൾ, ട്രംപ് ഇപ്പോഴും ഒരു ഡീലിലെത്താൻ ശ്രമിക്കുന്നുണ്ട്, ഇറാനുമായി ഒരു ആണവ ഡീലിലെത്താൻ, ആണവ കരാറിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അവിടെ ഇറാനിലും ഇസ്രയേലിലുമുള്ളവർക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഇറാനിലും ഇസ്രയേലിലുമുള്ള ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതേസമയം ഇറാനിലും ഇസ്രയേലിലും ഒരേപോലെ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ആക്രമണം ഇരുഭാഗത്തു നിന്നും തുടരുകയാണ്. ഇതിനിടെയാണ് 51ാമത് G7 ഉച്ചകോടി കാനഡയിൽ തുടങ്ങുന്നത്. ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിൽ എത്തി. ഒരു ദശാബ്ദത്തിനിടെ മോദിയുടെ ആദ്യത്തെ കനേഡിയൻ സന്ദർശനമാണിത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം പ്രധാന ചർച്ചയാകും ഈ ഉച്ചകോടിയിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരെ പ്രധാനമന്ത്രി കണ്ടേക്കും. സൈപ്രസിൽ 2 ദിവസം ഔദ്യോഗിക സന്ദർശനം നടത്തി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക് തിരിച്ചത്. തുടർച്ചയായി 6ാം തവണയാണ് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നത്. ഉച്ചകോടിയിൽ ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക ആഗോള വിഷയങ്ങളിൽ ചർച്ച നടക്കും. പ്രധാനമന്ത്രി മോദി G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും മറ്റ് ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെ പ്രമുഖരുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരുമായും സംവദിക്കും. ഇറാൻ ഇസ്രായേൽ സംഘർഷം പ്രധാന ചർച്ചയാകാനും സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയും സൈപ്രസും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്ന തന്റെ നിലപാട് ആവർത്തിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മോദി നിരവധി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും മെഡിറ്ററേനിയൻ മേഖലയുമായും യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള ശ്രമമുണ്ടാകും. ഇന്തോ കാനഡ വ്യാപാര നിക്ഷേപ ചർച്ച വീണ്ടും ആരംഭിക്കുന്നതിനും ഇത് വഴിയൊരുക്കും. നേരത്തെ തന്നെ കനേഡിയൻ പെൻഷൻ ഫണ്ടുകൾക്ക് ഇന്ത്യയിൽ നിക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യത്തെത്തിയേക്കും. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ, ഹരിതോർജ്ജ മേഖലകളിലായിരിക്കും നിക്ഷേപം എത്തുക. പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രിജ് പ്ലെൻകോവിച്ചിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി നാളെ ക്രൊയേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. 23 ദിവസത്തെ പരസ്യ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂരിൽ ഇന്ന് കലാശക്കൊട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ LDF സ്ഥാനാർത്ഥി സന്ദർശിച്ചത് അവസാന മണിക്കൂറുകളിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ UDF നേതാക്കളുടെ പ്രതികരണം ഇന്നുണ്ടായേക്കും. രാവിലെ മുതൽ റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ കളം നിറയും. കൊട്ടിക്കലാശം ഒഴിവാക്കി പ്രചാരണത്തിൽ കേന്ദ്രീകരിക്കാനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ നീക്കമെന്നാണ് സൂചന. PV അൻവറും പ്രതിപക്ഷ നേതാവും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വന്യജീവി ആക്രമണം, പെൻഷൻ വിവാദം, ജമാഅത്തെ ഇസ്ലാമി, UDF സഹകരണം, ഇതെല്ലാം നിലമ്പൂരിനെ ചൂടുപിടിപ്പിച്ച തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായിരുന്നു. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് VV അരുൺ, TG സജിത്ത്, ഒപ്പം CV അനുമോദ്.
എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഇന്ന് അവസാന ദിവസം 23 ദിവസം നീണ്ട ശക്തിയേറിയ പോരാട്ടം, ഒരുപക്ഷെ ഒരു 6 മാസത്തിനടുത്ത് അല്ലെങ്കിൽ കഷ്ടി 7 മാസം മാത്രം ബാക്കി സമയമുള്ളപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്നതായിരുന്നു നമ്മുടെയൊക്കെ ആദ്യ സംശയം. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നു. ഒരുപക്ഷെ ഏതൊരു ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ആവേശത്തോടെ നിലമ്പൂരിൽ ഇറങ്ങി ഒരു താരപ്രചാരണത്തിൻ്റെയൊക്കെ അവസാന ദിവസമാണിന്ന്. ഇന്നത്തെ ഏറ്റവും അവസാന ദിവസം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും തൊട്ട് തലേന്ന് എന്ത് സംഭവിക്കുന്നു എന്നതായിരിക്കും അത്രയും നാളത്തെ മുഴുവൻ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുന്നത്. അതുപോലെ വി പ്രകാശിന്റെ വീട്ടിൽ സ്വരാജ് എത്തുന്നതാണ് അവസാന ദിവസം ഏറ്റവും വലിയ ചർച്ചയാവുന്നത്. എങ്ങനെയൊക്കെയാണ് അത് മണ്ഡലത്തിൽ ചർച്ചയാവുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ്? ശ്രീജ, തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഓരോ നിമിഷവും ഓരോ മണിക്കൂറും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നീക്കങ്ങളും ഓരോ അടിയും വളരെ ശ്രദ്ധിച്ചാണ് സ്ഥാനാർത്ഥികൾ, മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വാവിട്ട പ്രയോഗങ്ങളിലൂടെ പല തെരഞ്ഞെടുപ്പുകളും പല രാഷ്ട്രീയ പാർട്ടികളും തോറ്റിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിൽ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ അതിന് ശ്രമിച്ച അങ്ങനെ അത്തരം പ്രയോഗങ്ങൾ നടത്തിയവർ പോലും പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് വളരെ സൂക്ഷ്മതയോടുകൂടി പോകും നമ്മൾ കണ്ടതാണ്. അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി എന്നാൽ വളരെ തന്ത്രപരമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം, അതാണ് ഇന്ന് കൊട്ടിക്കലാശത്ത് നടക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രി ഒരു നീക്കം നടത്തിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജാണ്. അദ്ദേഹം എടക്കര ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം. എടക്കര എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പോയത്, അത്ര സ്വാഭാവികമെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ അദ്ദേഹം പോയത് വി പ്രകാശിൻ്റെ കഴിഞ്ഞ 2021 നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവ് തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് ഫലം വരുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അതിന് രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന് രാവിലെ സംസാരിക്കുമ്പോഴും എം സ്വരാജ് പറഞ്ഞു. തികച്ചും വ്യക്തിപരമായ സന്ദർശനമാണ്. ഒരു പ്രതികരണം കേട്ടിട്ട് നമുക്ക് ബാക്കി തുടരാം. സ്വരാജിന്റെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം. ഇന്നലെ തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നു, നമ്മളതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം, നിലപാടുകളെയും അഭിപ്രായങ്ങളെയും രാഷ്ട്രീയത്തെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നൊരു തെറ്റായ ശൈലി വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനൊരു ഉദാഹരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. വ്യക്തി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയ വിയോജിപ്പുകൾ, അഭിപ്രായ ഭിന്നതകൾ അത് ആ തലത്തിൽ നിലനിർത്തുന്നതാണ് നല്ലത്. അത് ഞാനിപ്പോൾ പൊതുവെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ പറഞ്ഞ വിഷയത്തിലും അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. അത് ഏതെങ്കിലും തരത്തിലൊരു തർക്ക കാര്യമാക്കേണ്ടതുമില്ല, ഒരു തർക്ക വിഷയമാക്കേണ്ടതുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോയിട്ടില്ല എന്നതുകൂടി അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചൊരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കുന്നുമില്ല. അതെൻ്റെ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഞങ്ങളത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇന്നലെ അവിടെ തമ്പുരാൻകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. അവിടെ 9 മണിക്കൊരു യോഗം തീരുമാനിച്ചിരുന്നു, വലിയ യോഗം. അവിടെ ഒരു നഗറാണ്, ആ നഗറുമായി ബന്ധപ്പെട്ടുള്ളൊരു യോഗം തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടി വരും. ഞാൻ മഹാകുടുംബ സംഗമങ്ങളിൽ ചിലതിലൊക്കെ പങ്കെടുത്ത് അവിടെ പങ്കെടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനിടയിൽ ആണ് വീട് സന്ദർശിച്ചത്. ഇതിനു മുൻപ് തന്നെ ഇടക്കരയിൽ പോയപ്പോൾ, പക്ഷെ അത് പകൽ സമയത്തായിരുന്നു. അപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യ ജോലി സ്ഥലത്തായതുകൊണ്ട് അപ്പോൾ പിന്നെ പോയില്ല. ഇന്നലെ സാഹചര്യം വന്നപ്പോൾ പോയി കണ്ടു, സൗഹൃദം പുതുക്കി സംസാരിച്ചു എന്നേ ഉള്ളൂ. അതിലെനിക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല.
അതേസമയം പ്രകാശിന്റെ വീട്ടിലെ എം സ്വരാജിന്റെ സന്ദർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിക്കാൻ തയ്യാറായില്ല. UDF ഒറ്റക്കെട്ടാണെന്നും ഒരു വോട്ട് പോലും ചോരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം സ്വരാജ് അന്തരിച്ച വി പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് വയ്ക്കുന്നത് കണ്ടു. അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFന്റെ ഒരു സിംഗിൾ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കേരളത്തിലെ ഈ ദുസ്ഥിതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം LDF വോട്ട് UDFൽ ലഭിക്കും. അരുൺ, വെറുതെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് തലേന്ന് VS KK രമയുടെ വീട്ടിൽ പോയതൊക്കെ വെറുതെ ഇങ്ങനെ ഓർമ്മ വരുന്നു. വളരെ യാദൃച്ഛികമായി ഓർമ്മ വരുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വന്ന പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനുശേഷമുള്ള ഈ അവസാന ദിവസത്തെ സന്ദർശനം, ഇതൊക്കെ വളരെ യാദൃച്ഛികം, സ്വാഭാവികം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുമോ? അത് എത്രത്തോളം നിലമ്പൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? ശ്രീജ, സ്വരാജിന്റെ പ്രതികരണം ആ രീതിയിൽ മാത്രം കണ്ടത്. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് മുതൽ, പ്രഖ്യാപിച്ചത് മുതൽ വളരെ മിതമായി സംസാരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് ഒരു വിവാദത്തിലും തൊടാതെ പോകുന്ന ഒരാളാണ് അദ്ദേഹം. അല്പം രൂക്ഷമായി സംസാരിച്ചത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തിൽ മാത്രമാണ്. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഈ മുന്നണി നേതൃത്വങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിലോ ഒന്നും അദ്ദേഹം പ്രതികരിച്ചു പോയില്ല. അതേ ഒരു നിലപാട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിക്കുക. തികച്ചും വ്യക്തിപരം എന്ന് പറയുമ്പോഴും ആ വ്യക്തിപരമായ സന്ദർശനത്തിന് പല അർത്ഥതലങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒന്ന്, ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഇതുവരെ VV പ്രകാശ് എന്ന കോൺഗ്രസിൻ്റെ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ വീട്ടിലേക്ക് അദ്ദേഹം മരിച്ച ശേഷം, അല്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി പോയിട്ടില്ല. അവിടെയാണ് എം സ്വരാജിൻ്റെ ഇന്നലത്തെ സന്ദർശനത്തിൽ ഒരു രാഷ്ട്രീയ പ്രസക്തിയുള്ളത്. എം സ്വരാജ് പൂർണ്ണമായും അതൊരു വ്യക്തിപരമായ സന്ദർശനമാണ്. നേരത്തെ തന്നെ അദ്ദേഹവുമായി സൗഹൃദമുണ്ടായിരുന്നു. ആ ഭാഗത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുടുംബത്തെ കാണാൻ പോയി എന്ന് മാത്രം പറയുന്നു. പക്ഷേ അതിന് മറ്റൊരു അർത്ഥങ്ങളുണ്ട്, ചർച്ചകളുണ്ടാകും. പ്രതിപക്ഷ VD സതീശൻ നേരത്തെ വീട് സന്ദർശിച്ചിരുന്നു. ആ കുടുംബത്തിന് വലിയ അതൃപ്തിയുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ്. അതിന് കാരണം ഈ VV പ്രകാശിൻ്റെ മരണത്തിന് പോലും, പെട്ടെന്നുള്ള ഈ മരണത്തിന് പോലും മനോവ്യഥ ഉണ്ടായത് പോലും ആര്യാടൻ ഷൗക്കത്ത് ചില പ്രവർത്തികളാണ്. കഴിഞ്ഞ തവണ 2700 വോട്ടിനാണ് VV അൻവർ വിജയിച്ചത്. VV പ്രകാശ് ജയിക്കുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും ആ കുടുംബവും ഒക്കെ. പക്ഷേ ആ വോട്ട് പോയത്, അവിടെ VV പ്രകാശിനെ കാലുവാരിയത് ആര്യാടൻ ഷൗക്കത്താണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂരിലുണ്ട്. അവർ മറിച്ച് ചിന്തിക്കുമെന്ന്, അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ വോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അത് അവരെ ഒരുപക്ഷെ ഈ സന്ദർശനം സ്വാധീനിച്ചേക്കാം. ഏറ്റവും പ്രധാനം, എം സ്വരാജ് വളരെ വ്യക്തിപരം പറയുമ്പോഴും അതിലൊരു രാഷ്ട്രീയ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന ഈ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പറയാൻ കഴിയും, അല്ലെങ്കിൽ ഫലം വരുമ്പോൾ പറയാൻ കഴിയും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഇടതുമുന്നണി ആ രീതിയിൽ നടത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെ ഇത് മറികടക്കും? ഈ അവസാന മണിക്കൂറുകളിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശിന്റെ വീട്ടിൽ പോകുമോ എന്ന് കണ്ടറിയണം. പോയാൽ തന്നെ അതിന് മറ്റു വ്യാഖ്യാനങ്ങൾ കൂടി ഉണ്ടാകാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ നീക്കം, വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ആ ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി വിലയിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ്. എം സ്വരാജ് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ നിന്ന് ഇന്ന് പ്രചരണത്തിന് ഇറങ്ങിയ അദ്ദേഹം. 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനം ആരംഭിക്കും. മുഴുവൻ പഞ്ചായത്തുകളും, അതായത് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും കടന്നുപോകുന്ന തരത്തിലുള്ളൊരു വാഹന പര്യടനമാണ് ഇന്ന് 8 മണിക്ക് മരുതയിൽ നിന്ന് എം സ്വരാജിൻ്റേത് ആരംഭിക്കുന്നത്. വൈകിട്ട് നിലമ്പൂരിൽ ഇത് സമാപിക്കും. വലിയ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ, വലിയ ആവേശത്തിലുള്ള ഒരുക്കങ്ങൾ CPM തയ്യാറാക്കി കഴിഞ്ഞു. കാലങ്ങൾക്ക് ശേഷം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഒരു CPMൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനെത്തുന്നു. അത് പ്രവർത്തകർ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അത്ര പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരു നേതാവ് വരുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ CPM പ്രവർത്തകർ, ഇടതു പ്രവർത്തകർ ആ സ്ഥാനാർത്ഥി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഈ പ്രചരണങ്ങളിൽ നമുക്ക് വ്യക്തമായതാണ്. അത് വോട്ടിങ്ങിൽ കൂടി പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയാം. ഏതായാലും കൊട്ടിക്കലാശം ഒട്ടും കുറവുണ്ടാകില്ല. കുറയ്ക്കാത്ത തരത്തിലുള്ള കൊട്ടിക്കലാശം വലിയ ആവേശത്തെ അവസാനിപ്പിക്കാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം PV അൻവർ കൊട്ടിക്കലാശത്തിനില്ല എന്നൊരു സൂചനയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിട്ടുണ്ട്. ആ സമയം വീടുകൾ കയറാനാണ് ഉദ്ദേശമെന്നാണ് PV അൻവർ പറയുന്നത്. മറുക്യാമ്പിൽ UDF ക്യാമ്പും വലിയ ആവേശത്തിലുള്ള കൊട്ടിക്കലാശത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. സജിത്തിലേക്ക് പോവാം. സജിത്ത്, പശ്ചിമേഷ്യ, ജമാഅത്തെ ഇസ്ലാമി ഈ ഏറ്റവും അവസാനത്തെ ദിവസത്തെ സ്വരാജിന്റെ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നിൽക്കുമ്പോഴും
നിലമ്പൂരിൽ ഏറ്റവും ചർച്ചയായ വിഷയങ്ങൾ ഒരുപക്ഷെ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉണ്ടാവേണ്ട വിഷയങ്ങളായിരുന്നില്ല. അതിനു പകരം ഈ പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ ഇസ്രയേൽ ഇറാൻ യുദ്ധം അവിടെ പ്രധാന ചർച്ചയാവുന്നു, അതിൽ എടുക്കുന്ന നിലപാട് ചർച്ചയാവുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് വർഗീയതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരം ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായി ഈ 23 ദിവസങ്ങളിൽ എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ 23 ദിവസത്തെ ചുരുക്കി കണ്ടാൽ ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ പ്രചാരണ വിഷയമായത്? വ്യത്യസ്തമാക്കിയിട്ടുള്ളതും ഇന്നെന്തായാലും കൊട്ടിക്കലാശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണത്തിന്റെ സ്വഭാവം ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായി ആ കാര്യം വ്യക്തമാണ് താനും. കാരണം ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഒരു സർക്കാരിന്റെ വിലയിരുത്തലാണ് പൊതുവിൽ ഉണ്ടാവുക. ആ സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന വിലയിരുത്തേണ്ട ഒരു ഘട്ടമാണ്. പക്ഷേ ഇവിടെ വിവാദ വിഷയങ്ങളിലേക്ക് തന്നെ പ്രധാനമായും രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൊണ്ടുപോയി എന്നാണ് സാഹചര്യം. ഒരുപക്ഷെ അത് ബോധപൂർവമാവാം, അതല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ചതാവാം. എന്തായാലും ഇടതുപക്ഷം അത്തരം വിവാദ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. കോൺഗ്രസും UDF സംവിധാനങ്ങളൊക്കെ അതിന് മറുപടി പറയാനും പോയി എന്നതാണ് സാഹചര്യം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രതിസന്ധിയായി ഇപ്പോൾ നിലനിൽക്കുന്നത് വനാതിർത്തി മേഖലയിലെ സംഘർഷ പ്രശ്നങ്ങളാണ്. അത് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന ഒരു ഇടം എന്ന രീതിയിൽ നിലമ്പൂരിലെ മുഖ്യ വിഷയം അതുതന്നെ എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. തുടക്ക ദിവസങ്ങളിലും അവസാന ദിവസങ്ങളിലും ചില ചർച്ചകൾ നടന്നു എന്നതിനപ്പുറത്തേക്ക് വനം വന്യജീവി വിഷയങ്ങൾ ഇവിടെ മുഖ്യധാരയിൽ ചർച്ചയിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. ഇനി നമുക്കറിയേണ്ട കാര്യം ഈ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ, നേതാക്കളൊക്കെ ഏറ്റെടുത്തപ്പോൾ പക്ഷെ ജനത്തെ സ്വാധീനിച്ചത് അതാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏറ്റവും അധികം സാധാരണക്കാർ വസിക്കുന്ന കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലം എന്ന പ്രത്യേകതയുള്ള നിലമ്പൂരിൽ ജനങ്ങളെ ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചോ അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് പോയോ? ഏറ്റവും രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ് മലയാളികൾ, കേരളത്തിലുള്ള എല്ലാ ഇടങ്ങളിലുമുള്ളവർ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നിരുന്നാൽ കൂടിയും അവർക്ക് തൊട്ടുമുന്നിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ എത്ര കണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ, നേതൃത്വങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്തു, അവരത് ഏറ്റെടുത്തു എന്ന ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരമായി ഇത് മാറുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വർഗീയത എന്നൊരു കാര്യം. കാരണം പച്ചയ്ക്ക് വർഗീയത ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിലയിരുത്തൽ കൂടി നടത്താം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി ഏതെങ്കിലും ജാതിമത വിഭാഗങ്ങളുടെ വോട്ടിംഗ് പോളറൈസേഷൻ ആ തരത്തിൽ ഉണ്ടായെങ്കിൽ അത് കേരളത്തിൽ ഒരു തുടർ ചർച്ചകൾക്ക് വലിയ തരത്തിൽ ഇടവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി നിലമ്പൂർ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയ്ക്ക് പച്ചയ്ക്ക് വർഗീയത പറയുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറിയിരുന്നു എന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടെ കൊടുത്തും കൊണ്ടും രാഷ്ട്രീയ നേതൃത്വങ്ങൾ അത്തരം നിലപാടെടുത്തപ്പോൾ ജനമെന്ത് നിലപാടെടുത്തു എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ഇതാ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അതിശക്തമായ മഴ രാവിലെ മുതൽ മലബാറിലുണ്ട്, പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലകളിലുണ്ട്. ഇത് കൊട്ടിക്കലാശത്തെ ബാധിക്കുമെന്നൊരു ആശങ്ക കൂടി നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും ചോർന്നൊലിക്കാത്ത പോവാത്ത രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ വീര്യം നിലമ്പൂരുകാർ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആ പ്രത്യേകത. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, കനത്ത മഴയാണ്. ഇന്നത്തെ ദിവസം ഫുൾ പ്രചാരണത്തിൽ ഏറ്റവും സജീവമായ ഒരു ദിവസമാണ്. പാർട്ടികൾ പ്രതീക്ഷിക്കുന്നെങ്കിലും മഴ അതിന് വിലങ്ങുതടിയാവുമോ എന്നൊരു ആശങ്ക ആ ദൃശ്യങ്ങൾ കാണുമ്പോഴുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുമുള്ളത്. ജയത്തെക്കുറിച്ചല്ല, ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ചയെന്നും ജമാഅത്തെ ഇസ്ലാമി വിവാദമെല്ലാം LDF ഉണ്ടാക്കിയതാണെന്നുമാണ് ആര്യാടൻ ഷൗക്കത്ത് ഈ ദിവസം ന്യൂസ് 18നോട് പറഞ്ഞത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി പ്രചരണത്തിന് ബാക്കിയുള്ളത്. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? നല്ല ആത്മവിശ്വാസം ഓരോ പ്രാവശ്യം ജയം എന്നതല്ല, നമ്മുടെ ഭൂരിപക്ഷം നല്ല രൂപത്തിലൊരു ഭൂരിപക്ഷം ഉണ്ടാവും. അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് വൈബ് എല്ലാ വിഭാഗം ജനങ്ങളെടുത്തും ലഭിക്കുന്നുണ്ട്. സോഷ്യൽ ഗ്രൂപ്പിലാവട്ടെ, അതല്ലെങ്കിൽ പിന്നെ മറ്റു വ്യാപാരികളാവട്ടെ, മറ്റു സംഘടനകളാവട്ടെ, അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ഇത്തവണ മുഖ്യ വിഷയമായിട്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുക്കുക, ഉൾക്കൊള്ളുക എന്നാണ്? ജനങ്ങൾ ഇന്ന് ഒന്ന് നിലമ്പൂർ മലയോര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്, മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന ദുസ്ഥിതി, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ആദ്യത്തെ സ്ഥാനാർത്ഥി വിഷയം മുതൽ അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി വിഷയം, ഇസ്രായേൽ യുദ്ധം വരെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങളെ ഒരു തരത്തിൽ സ്വാധീനിക്കില്ലായിരുന്നു.
എല്ലാം സ്വാധീനിക്കും, എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കും. പക്ഷേ ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറാൻ വേണ്ടി ചില ബോധപൂർവമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ LDF ശ്രമിച്ചു. അതിനൊന്നും ജനം ചെവി കൊടുത്തിട്ടില്ല. ഏറ്റവും അധികം സ്ഥാനാർത്ഥി പര്യടനം നടത്താൻ കൂടി കഴിഞ്ഞല്ലോ. എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ? ഞാൻ നിലമ്പൂരിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണർ ആളുകളെ സ്ഥാനാർത്ഥി പര്യടന കാലത്തും പരമാവധി നേരിട്ട് കാണാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കുറച്ചും കൂടി വിപുലമായിരുന്നു. ഓരോ പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും പോയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിട്ടുള്ളത്. അവരൊക്കെ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും നൂറുകണക്കിന് ആളുകൾ മഴ കൊണ്ട് കാത്തു നിൽക്കുക, വളരെ വൈകി എത്തുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലത്തും കാണാത്ത രൂപത്തിലുള്ള ഒരു വലിയ പോസിറ്റീവ് വൈബ്. മാത്രമല്ല ഈ മഴക്കാലത്തൊന്നും നമ്മൾ ഇത്തരം ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് തന്നെ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ ഇറങ്ങാൻ മടിയല്ലേ. പക്ഷെ അതൊന്നുമല്ല, നിലമ്പൂരിലെ ഈ മഴക്കാലം തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നതും കൂടിയാണ് കാണിക്കുന്നത്. UDFിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടിരുന്നു. ആദ്യത്തെ ദിവസങ്ങൾ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവാവട്ടെ, അതേപോലെ തന്നെ KPC പ്രസിഡന്റ് ആവട്ടെ, ലീഗ് നേതൃത്വം ഒക്കെ നിൽക്കും. ഇതൊക്കെ നിലമ്പൂരിലെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കണ്ടിട്ടാണല്ലോ. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിധി 2026 പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ, ഇനി ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ജനം തീരുമാനിച്ചു, വരരുത് എന്ന് ജനം തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ കൃത്യമായ ഒരു മുന്നറിയിപ്പ്, ഒരു കേളികൊട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. ഈ ജമാഅത്ത് വിവാദമൊക്കെ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വിവാദങ്ങളൊക്കെ ആരുണ്ടാക്കുന്നതാണ്? വിവാദമാകുന്നത് അവർ തന്നെ വിവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ കഴിഞ്ഞ കാലത്തൊക്കെ സഹായിച്ചു, അത് ഇടതുപക്ഷവും സമ്മതിച്ചു, ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചു. ഇടതുപക്ഷത്തെ സഹായിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പുരോഗമന പ്രസ്ഥാനവും, അതേസമയം UDFനെ സഹായിക്കുമ്പോൾ അത് പിന്തിരിപ്പനും ഭീകരവാദ സംഘടനയൊക്കെ ആയി മാറുന്ന, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്നതല്ലേ. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഒരു വോട്ട് പോലും ഭിന്നിപ്പിക്കില്ല എന്ന് പറയുമ്പോഴും സ്വരാജിന്റെ സന്ദർശനത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. പക്ഷേ അത് കോൺഗ്രസിൽ ഭിന്നത ഉണ്ടാക്കില്ല എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പ്രജിത് കുമാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദ്, നിലമ്പൂരിൽ നിന്ന് അനുമോദ്, 23 ദിവസത്തെ പ്രചാരണം കഴിഞ്ഞു. ഇന്നിനി ഒറ്റ പകൽ മാത്രമേ ബാക്കിയുള്ളൂ. രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ആത്മവിശ്വാസം ആ മഴയിൽ എത്രത്തോളം ശക്തമാവുന്നുണ്ട് UDF ക്യാമ്പ്? ഒപ്പം നമുക്ക് അറിയേണ്ടത് അപ്പുറത്ത് PV അൻവറിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയണം എന്നുണ്ട്. കാരണം യൂസഫ് പഠാനൊക്കെ വന്ന ആവേശത്തിലായെങ്കിലും ഒരു കൊട്ടിക്കലാശത്തിനൊന്നും ഇല്ല, ഞാൻ വഴിമാറി നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അവസാന ദിവസത്തെ ആലോചനകളും പദ്ധതികളും അവിടുത്തെ ആവേശവും ഒക്കെ എങ്ങനെയാണ്? ശ്രീജ, 23 ദിവസത്തെ പ്രചരണം അവസാനിക്കുമ്പോൾ എല്ലാ മുന്നണികളും അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രചരണം അവസാനിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുക. LDFും UDFും അതുപോലെ തന്നെ NDAയും PV അൻവറും ഒക്കെ ഇതിന് ഒരുങ്ങിയിട്ടുണ്ട്. PV അൻവർ കൊട്ടിക്കലാശത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ എഴുതുകയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ അണികളൊക്കെ വലിയ ആവശ്യത്തിൽ തന്നെയാണ്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലാണ് അവരുടെ കൊട്ടിക്കലാശം നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഏറ്റവും അധികം DJ വാഹനങ്ങളൊക്കെ ഇറക്കി നിലമ്പൂരിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ശൈലിയായിരുന്നു അൻവർ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവേശത്തിലേക്ക്, ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരമകുടിയിൽ എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഏറ്റവും അധികം ഇവിടെ ചർച്ചയാവുന്ന വിഷയം എന്ത് എന്ന ചോദ്യത്തിന് PV അൻവർ എന്ന തരത്തിൽ കാണണം. അൻവർ നേടുന്ന വോട്ടുകളാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുക, അല്ലെങ്കിൽ ഫലത്തെ നിർണായകമാക്കുക. അൻവർ രണ്ടാമതെത്തും ഒന്നാമതെത്തും എന്ന ചോദ്യം വരെ ഉയരുന്നുണ്ടെങ്കിൽ പോലും അൻവർ പിടിക്കുന്ന വോട്ടുകൾ അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിശ്ചയിക്കുക. അൻവർ 10,000-ന്റെ മുകളിലേക്ക് വോട്ട് പിടിച്ചാൽ അവിടെ LDFന് ഒരുപക്ഷെ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അൻവർ രണ്ട് മുന്നണികളിലും അൻവറിന് കൃത്യമായ വോട്ട് ബാങ്കുണ്ട്, അൻവറിൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ വോട്ടുകൾ അത് മറ്റെവിടെയും പോകാതെ കൃത്യമായി കത്തിൻ്റെ അടയാളത്തിൽ തന്നെ വീഴുമെന്ന് അൻവർ വിശ്വസിക്കുന്നു. അൻവർ ഏറ്റവും അവസാനമാണ് പ്രചരണത്തിന് ഇറങ്ങിയത്. ആദ്യത്തെ കുറേ ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രചരണം എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഓരോ മേഖലകൾ അദ്ദേഹം പറഞ്ഞാൽ പോലും അവിടെ എത്തിപ്പെടുമ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് മാറിയിരിക്കും. സ്വാഭാവികമായി
സ്വാഭാവികമായിട്ടും പല കൂടിക്കാഴ്ചകളാണ്. അത് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കേണ്ടതല്ല എന്നതുകൊണ്ട് തന്നെ അൻവർ അത്തരത്തിലുള്ള പ്രചരണമായിരുന്നു ആദ്യ ഘട്ടത്തിലൊക്കെ നടത്തിയിരുന്നത്. അവസാന 2 ദിവസമാണ് അൻവറിൻ്റെ പ്രചരണം അത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്ത് മറ്റു മുന്നണികൾക്ക് നിശ്ചയിക്കുന്ന പോലെ ഷെഡ്യൂൾ ചെയ്ത തരത്തിലേക്ക് മാറി തുടങ്ങിയത്. എന്താണെങ്കിലും ഇന്നലെ അദ്ദേഹം വാഹന പ്രചരണമായിരുന്നു നിലമ്പൂരിലും അതുപോലെ തന്നെ പോത്തുകലിലും വരുന്ന വാഹന പ്രചരണം. ഇന്ന് അദ്ദേഹം 10:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് ഇന്നിനി പറയാനുള്ള കാര്യമെന്നുള്ളത് അറിയുന്നത്. സ്വാഭാവികമായിട്ടും എന്തോ ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് എന്നാണ് അൻവറിൻ്റെ ഒപ്പമുള്ളവരൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും വിഷയമാകും, തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട എന്തെങ്കിലും വിഷയമായിരിക്കും. അൻവറിൻ്റെ നമുക്ക് അപ്രതീക്ഷിതമാണ് അൻവറിൻ്റെ നീക്കങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും പറയുക എന്നുള്ളതിൽ ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നല്ല മഴ ഇവിടെ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇതെങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തെ കൊട്ടിക്കാശ് ബാധിക്കുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് അതിൽ പാർട്ടി ചിഹ്നം പതിപ്പിച്ചുകൊണ്ടാണ് ബൈക്കിലൊക്കെ ഇതൊരു പ്രചരണത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവസാനത്തെ ഒരു മണിക്കൂറുകളിൽ മഴയൊന്നും ഒരു പ്രശ്നമല്ലാതെ എല്ലാ മുന്നണികളും ഒരേപോലെ ആവേശത്തോടെ ഈ കൊട്ടിക്കലാശത്തെ ഏറ്റവും ആവേശത്തിൻ്റെ പരമകൂടിയിൽ എത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമെന്ന് വേണം കരുതുവാൻ. വളരെ വിഷയങ്ങൾ ചർച്ച ചെയ്തൊരു തിരഞ്ഞെടുപ്പാണ്. ഇവിടെ വിധി നിർണ്ണയിക്കുക ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ അതോ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ വിവാദങ്ങളാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ 23 ദിവസം നീണ്ട പ്രചാരണ കോലാഹലങ്ങൾക്ക് ഇന്ന് കൊട്ടിക്കലാശമാവുകയാണ്. ആവേശത്തോടെ ഈ ദിവസം ഏറ്റവും പരമാവധി ശക്തി തെളിയിക്കാൻ, മറ്റുള്ളവർക്ക് മുന്നിൽ ആ ശക്തി ഉണ്ട് എന്ന് ഉറക്കെ പറയാനുള്ള ശ്രമമാണ് ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ എല്ലാ മുന്നണികളും ശ്രമിക്കുന്നത്. അതിൽ നിന്ന് അല്പം മാറി നടക്കാനാണ് PV അൻവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് സൂചനകൾ. ഇനി അവസാന നിമിഷം അൻവറാണ് പ്ലാനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നിലമ്പൂരിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. മഴ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നും കൂടെ പ്രതീക്ഷിക്കാം. മറ്റ് വാർത്തകളിലേക്ക് പോകാം. കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർ പിടിയിലായിരിക്കുന്നു. താമരശ്ശേരിയിൽ നിന്നാണ് സീനിയർ CPO ഷൈജിത്ത്, CPO സനിത്ത് എന്നിവർ പിടിയിലായത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, പോലീസ് സേനയ്ക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസ്. അതിലാണിപ്പോൾ ഈ പ്രതികളായ 2 പോലീസുകാർ പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായും ആകെ സമൂഹത്തെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം മലാപ്പറമ്പ് പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. നേരത്തെ പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരെയും ചില ഇടപാടുകാരെയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവരെയുമാണ് പോലീസ് റെയ്ഡിൽ പിടികൂടിയത്. ഇതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് തന്നെ ഡ്രൈവർമാരായി ജോലി നോക്കിയിരുന്ന 2 പോലീസുകാർ CPO ഷൈജിത്തും ഒപ്പം ഷനിത്തുമാണ് ഈ പെൺവാണിഭ കേന്ദ്രത്തിന്റെ പ്രധാന ചുമതലക്കാർ എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിന്റെ നടത്തിപ്പുകാരിയായ ബിന്ദുവിന്റെ മൊബൈൽ ഫോണിന്റെ രേഖകൾ ഒപ്പം ബിന്ദുവിന്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം എന്നിവ സംബന്ധിച്ച പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതിദിനം 1 ലക്ഷത്തിലേറെ രൂപ വരുമാനം ഈ പെൺവാണിഭ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിരുന്നു. ഈ പണം ബിന്ദു നേരെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ടിരുന്നതെന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ബിന്ദുവിനൊപ്പം ചില ഇടപാടുകാരും ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ ഈ പോലീസുകാരാണ് എന്ന രീതിയിൽ തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന്റെ ഉള്ളിൽ തന്നെ വലിയ നാണക്കേടായി മാറിയ സംഭവമാണ്. ഈ കേസിൽ പ്രതി ചേർത്ത ശേഷം ഈ 2 പ്രതികൾക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇവരുടെ പാസ്പോർട്ട് അടക്കം പുറത്ത് പിടിച്ചെടുക്കുന്ന സാഹചര്യം, പുറത്തേക്ക് കടക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് പോലീസ് ഇനി സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനൊടുവിലാണ് വീട്ടിലടക്കം പലവട്ടം പരിശോധന നടത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് താമരശ്ശേരിയിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ഇരുവരെയും പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയുണ്ടാവും. ഏത് തരത്തിലാണ് ഈ പെൺവാണിഭ സംഘവുമായി ഈ പോലീസുകാർ ഇടപെട്ടിരിക്കുന്നത്, ഇടപാടുകാരിയുമായി അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിലെ നടത്തിപ്പുകാരിയുമായി ബിന്ദുവുമായി ഈ സംഘത്തിനുള്ള ബന്ധമെന്നാണ്, എന്തുകൊണ്ടാണ് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഓരോ ദിവസവും ഈ നടത്തിപ്പുകാരി അയച്ചു കൊടുത്തിരുന്നതെന്നടക്കമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും പ്രതികൾ പുറത്തേക്ക് കടക്കും അല്ലെങ്കിൽ രാജ്യം വിടുമെന്നടക്കമുള്ള പല തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു. ഒപ്പം മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കും എന്നൊക്കെ വിവരങ്ങളുണ്ടായിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ പോലീസ് ഒടുവിൽ ഈ 2 പ്രതികളെയും പിടികൂടിയിരിക്കുന്നത്. ഷീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.
ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ പങ്കെടുക്കുന്ന കേരള സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് നടക്കും. ഭാരതാംബ ചിത്രവും RSS സൈദ്ധാന്തികരുടെ ചിത്രവും രാജ്ഭവനിൽ സ്ഥാപിച്ചതിനെതിരെ SFIയുടെ പ്രതിഷേധം ഇന്നും തുടരും. മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും ചിത്രം ഉയർത്തിയുള്ള പ്രതിഷേധമാവും SFI നടത്തുക. സിൻഡിക്കേറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാവും പോലീസ് ഒരുക്കുക. ഗവർണർ അർലേക്കർ വിളിച്ചു ചേർക്കുന്ന 14 സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരുടെ യോഗവും ഇന്നാണ്. രാജ്ഭവനിൽ ഉച്ചയ്ക്ക് 1:30 യോഗം. നിയമനങ്ങളിൽ UGC മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് VC-മാരോട് ഗവർണർ നിർദ്ദേശിക്കും. വിദ്യാർത്ഥി പ്രവേശനം, പരീക്ഷാ നടത്തിപ്പ്, ഫലപ്രഖ്യാപനം എന്നിവ അവലോകനം ചെയ്യും. അക്കാഡമിക് കലണ്ടറിലെയും 4 വർഷ ബിരുദ കോഴ്സിലെയും പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള UGC നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും നിർദ്ദേശിക്കും. അക്കാഡമിക് സമൂഹവും വിദ്യാർത്ഥികളും നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ചയാകും. ഇത് 3-ാം തവണയാണ് ഗവർണർ VC-മാരുടെ യോഗം വിളിച്ചുകൂട്ടുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ സെക്രട്ടറിക്കോ സർക്കാർ പ്രതിനിധികൾക്കോ യോഗത്തിലേക്ക് ക്ഷണമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയം. എറണാകുളം എടയാർ വ്യവസായ മേഖലയിലെ മറൈൻ അലയൻസ് കമ്പനി പ്രവർത്തിക്കുന്നതിനെതിരെ സമീപത്തെ മറ്റ് കമ്പനികളിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കമ്പനിയിൽ നിന്ന് ഉയരുന്ന രൂക്ഷ ദുർഗന്ധം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും കമ്പനിയിൽ നിന്ന് പെരിയാറിലേക്ക് മാലിന്യം പുറംതള്ളുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കോഴി മാലിന്യവും മറ്റ് അറവ് മാലിന്യവും സംസ്കരിക്കുന്ന കമ്പനിയായ മറൈൻ അലയൻസ് 3 വർഷമായി എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നു. 2 വർഷത്തിലധികമായി സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ദുർഗന്ധം മൂലം പ്രദേശത്ത് താമസിക്കാനാകുന്നില്ലെന്നാണ് പരാതി. ആവശ്യമായ മലിനീകരണ നിയന്ത്രണ സംവിധാനമില്ലാതെ പ്രവർത്തിക്കാനാവില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് കമ്പനി തുറന്നു പ്രവർത്തിക്കുന്നത് എന്നാണ് സമരസമിതിയുടെ ആക്ഷേപം. മാത്രമല്ല, മറൈൻ അലയൻസിൽ നിന്ന് പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. ഈ പറഞ്ഞ ബയോഫിൽട്ടർ പോലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിക്കുന്ന, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച ഈ പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ വളരെ കാര്യക്ഷമമായി സ്ഥാപിച്ചുകൊണ്ട് അത് പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഇവിടുത്തെ ഈ ദുർഗന്ധത്തിന് പൂർണ്ണമായിട്ടല്ലെങ്കിലും വളരെയധികം പരിഹാരമുണ്ടാവുകയും ഈ ഒരു പ്രശ്നം രൂക്ഷമല്ലാതെ ഒരു പ്രത്യക്ഷമായ മറ്റു സമരമാർഗങ്ങളിലേക്ക് എത്തിപ്പെടാതെ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മലിനീകരണം തടയണമെന്നാവശ്യപ്പെട്ട് തൊട്ടടുത്തുള്ള ഇൻഡോ ജർമ്മൻ കാർബൺ കമ്പനിയിലെ ജീവനക്കാർ മറൈൻ അലയൻസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. മൈഗ്രെയിൻ, അതുപോലെ ശാരീരികമായ ഒത്തിരി അസ്വസ്ഥതകൾ ഞങ്ങൾ ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട്. ഒരിക്കലും ഈ കമ്പനി പൂട്ടാനല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യണം. അതിനു വേണ്ടിയിട്ട് സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനായിട്ടുള്ള ഒത്തിരി സംവിധാനങ്ങൾ സ്വീകരിക്കാം. അത് ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. എന്നാൽ നിയമാനുസൃതമായാണ് മറൈൻ അലയൻസ് പ്രവർത്തിക്കുന്നത് എന്നാണ് കമ്പനി പറയുന്നത്. കമ്പനി പൂട്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് നിലവിലെ സമരം എന്നാരോപിച്ച് മറൈൻ അലയൻസ് ജീവനക്കാരും പ്രദേശത്ത് പ്രതിരോധ സംഗമം നടത്തി. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പൂട്ടാൻ നിർദ്ദേശം നൽകിയ കമ്പനിയാണ് അലയൻസ് മറൈൻ പ്രൊഡക്ട്സ്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് താരതമ്യേന മഴയുടെ കാര്യത്തിൽ ഒരു ശമനമുണ്ടെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് നല്ല മഴയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് നിലവിലുള്ള കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. പെരുമഴയേക്കാൾ കൂടുതൽ പ്രശ്നമാണ് മഴക്കെടുതി. കുട്ടനാട്ടിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. കടലാക്രമണം രൂക്ഷമായ എറണാകുളം കണ്ണാമലയിൽ ജനകീയ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമ്മൾ ഇനിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. വാർത്തകൾക്ക് ഒരു ചെറിയ ഇടവേള. ഇനി പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.